Good morning, my dear children. How are you all? Are you all safe? Okay. So today we will. So what lesson we are studying now? We are studying about matter, isn't it? So different types of characteristics of matter we studied. What all matter is made up of small particles called atoms, and some atoms they cannot stay as single, so they will join with one another and they will form molecules, isn't it? Then we studied some characteristics of particles. What are the different characteristics? Particles of matter are always in random motion. Then particles of matter are held together by a force of attraction, isn't it? So particles are held together by a force of attraction existing between them, and there are intermolecular or space exist between the particles of matter. Okay, so today we will study what are the different states of matter. Okay, ഈ മാറ്റർ ഏതൊക്കെ സ്റ്റേറ്റിൽ നമ്മളുടെ യൂണിവേഴ്സിൽ ഉണ്ടെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ആക്ച്വലി ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ഓഫ് 3 ടൈപ്സ്. കോമൺലി നമ്മൾ പഠിക്കുന്ന 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട്. ദേ ആർ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. So what are the 3 states of matter that we all know? They are solid, liquid and gas. Understood? Okay, so നമ്മൾ പറഞ്ഞു ഒരു മാറ്ററിനകത്തെ പാർട്ടിക്കിൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ, ദ പാർട്ടിക്കിൾസ് ആർ ഓൾവേസ് ഇൻ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആൻഡ് ദർ ആർ particles in between the particles there are space. Okay, so all these are the 2 important properties of matter. ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ഇന്റർമോളിക്കുലർ സ്പേസ്. ഓക്കെ, സോ ഇന്റർമോളിക്കുലർ സ്പേസ് ആൻഡ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ are the 2 important properties of matter. Okay, so if the intermolecular force of attraction increases, the molecule come closer. Thus intermolecular space decreases. ഓക്കെ, നമ്മൾ പറയുകയാണ് ഇപ്പോൾ 2 പാർട്ടിക്കിൾസ് ഇരിക്കുക അല്ലേ. സോ ഈ 2 പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ, സപ്പോസ് ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ എ ടേബിൾ, നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുമ്പം നിങ്ങളുടെ ഒരു ബെഞ്ചിൽ ഇഫ് യു ആർ ഹാവിങ് 4 സ്റ്റുഡൻസ് ഇൻ എ ബെഞ്ച്, ഓക്കെ, സോ യു വിൽ ടച്ച് ടു ഈച്ച് അതർ അല്ലേ. അതേസമയം നിങ്ങളുടെ ആ ബെഞ്ചിൽ 2 പേരേ ഉള്ളെന്ന് വെച്ചോ, നിങ്ങൾക്കിടെ വലിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണുമോ? ഇല്ല. ഒരാൾ അങ്ങേ അറ്റത്തും ഒരാൾ ഇങ്ങേ അറ്റത്തും ഇരിക്കാം. ആൻഡ് അതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ മിനിമം ആയിരിക്കും. ആസ് എ റിസൾട്ട് വാട്ട് വിൽ ബി മോർ? സ്പേസ്, ഇസ്ന്റ് ഇറ്റ്? ആ ഒരു ബെഞ്ചിൽ 2 പേരെ ഉള്ളെങ്കിൽ ഇനഫ് സ്പേസ് ഇസ് ദെയർ. ബട്ട് ഇഫ് ദെയർ ആർ 5 സ്റ്റുഡൻസ് ഇൻ 1 ബെഞ്ച്, വാട്ട് വിൽ ഹാപ്പൻ? യു ജസ്റ്റ് ഇമാജിൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ? Yes, if 5 students are there, you will touch to each other. There is no space for you, isn't it? നിങ്ങളിങ്ങനെ ക്ലോസ്ലി, നിങ്ങൾക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. യു വിൽ ബി വെരി ക്ലോസ് ടു ഈച്ച് അതർ. സോ അത് തന്നെയാണ് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനകത്തും വരുന്നത്. ഈ പാർട്ടിക്കിൾസ് ഒരുപാട് അടുത്താണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒത്തിരി അങ്ങ് കൂടും. അപ്പോൾ അവർക്കിടയ്ക്ക് എന്ത് കാണത്തില്ല? സ്പേസ് ഒട്ടും കാണത്തില്ല. ഓക്കെ, സോ നോക്കിക്കേ, ഇഫ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്, ദ മോളിക്യൂൾസ് കം ക്ലോസർ. ദസ് ഇന്റർമോളിക്കുലർ സ്പേസ് ഡിക്രീസസ്. And if the intermolecular force of attraction decreases, okay, force of attraction അവർക്കിടയ്ക്ക് ഇല്ലെന്ന് വെച്ചോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് ഒന്നുമല്ല. സോ 2-3 പേരുണ്ട്, നല്ല ഫ്രണ്ട്സ് ഒന്നുമല്ല. സോ അവരോട് നമ്മൾ പറയാണ് യു ക്യാൻ ചൂസ് എനി ബെഞ്ച് യു വോണ്ട്. അപ്പോൾ അവരെന്തോ ചെയ്യും? മേ ബി 2 മേ ബി സിറ്റിംഗ് ടുഗെദർ ഓർ 1 in 1 bench, അങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ. സപ്പോസ് 5 friends comes together, so there is a strong force of attraction. What will happen? They try to sit in 1 bench, isn't it? As a result, force of attraction will be there. As a result, what will happen? The friends will come closer. So like that, in particles also, if force of attraction is more, the molecules come closer. As a result, you just imagine what will happen. There will be no space between the particles.
Okay, so if the intermolecular force of attraction increases, the molecules come closer. Thus, intermolecular space decreases, and if the intermolecular force of attraction decreases, the molecule tend to move away and the space increases. This fact accounts for the different states of matter. Okay, so you underline what are the three states of matter. Matter exists in three different states. What are they? Solid, liquid and gas. Understood? Okay, then first of all we will see what is meant by a solid state matter. You see this pen. Pen is a solid state matter. What are the characteristics that you can see in this pen? It has a definite shape. അല്ലേ? പെൻ എപ്പോൾ എടുത്താലും ഇതിന് ഈ ഒരു ഷേപ്പാണുള്ളത്. സോ സോളിഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എ സോളിഡ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് എ ഡെഫിനിറ്റ് വോളിയം. ദാറ്റ് മീൻസ് വാട്ട് ഈസ് മെൻ ബൈ വോളിയം? വോളിയം ഇസ് എ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. അല്ലേ? അപ്പോൾ എപ്പോഴും ഈ സോളിഡിന് ഇത്രയും സ്ഥലം തന്നെ ഇരിക്കാൻ വേണം. അതിവിടെ വെച്ചാലും താഴെ വെച്ചാലും എല്ലാം സെയിം സ്പേസ് ആണ്. സോ സോളിഡിന്റെ പ്രത്യേകത എന്താ? സോളിഡ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് എ ഡെഫിനിറ്റ് വോളിയം. ഓക്കെ, സോളിഡിൻ്റെ അകത്തെ മോളിക്യൂൾസിൻ്റെ എന്താ പ്രത്യേകത നമുക്ക് നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. മോളിക്യൂൾസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ആർ പാക്ഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. സോളിഡ് സ്റ്റേറ്റ്, ഏത് സോളിഡ് സ്റ്റേറ്റ് എടുത്താലും, ഇപ്പം നിങ്ങളുടെ ബുക്കും പേനായും പെൻസിലും നിങ്ങൾ ചിരിച്ചിരിക്കുന്ന ചെയറും നിങ്ങൾ ഇരുന്ന് എഴുതുന്ന ടേബിളും എല്ലാം സോളിഡാണ് അല്ലേ? സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വെയിറ്റ് ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പം ഇവരുടെയൊക്കെ പ്രത്യേകത, ഇതിനകത്തുള്ള മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താ? മോളിക്യൂൾസ് ഇൻ ദ സോളിഡ് ആർ പാക്ഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ എന്താണ് അവരുടെ പ്രത്യേകത? എന്താ? ദേ ആർ ഹാവിങ് ഹൈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? അപ്പോൾ അത്രയും മോളിക്യൂൾസ് പാക്ക് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അവർക്കിടയിൽ എന്താ സംഭവിക്കുന്നത്? there will be no space. അല്ലേ? So molecules in the solid state are packed very close to each other. Intermolecular space is almost negligible. What is meant by negligible? There will be no force space. Okay. While the intermolecular force of attraction between the molecules is very strong in solids. മനസ്സിലായോ? സോ നോക്കിക്കേ, അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ടേക്ക് ഒബ്ജെക്ട്സ് ലൈക്ക് പെൻ, പെൻസിൽ, റൂളർ, ഗ്ലാസ് സ്ലാബ് ആൻഡ് സ്പൂൺ ആൻഡ് കീപ് ദം ഇൻ ഡിഫറെന്റ് കണ്ടെയ്നേഴ്സ്. നൗ ടേക്ക് ദം ഔട്ട് ആൻഡ് ലുക്ക് അറ്റ് ദം. യു വിൽ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഷേപ്പ്. ഇപ്പം നമ്മൾ പേന ഇവിടെ വെച്ച്, നമ്മൾ പറഞ്ഞു പെൻ നമ്മൾ എവിടെ മാറ്റി വെച്ചാലും ദ ഷേപ്പ് ഓഫ് ദിസ് പെൻ വിൽ ബി സെയിം. ഓക്കെ, സോ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ ഷേപ്പ്. മനസ്സിലായോ? സോ ഹിയർ ആർ സം സോളിഡ് ഒബ്ജെക്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്കെയില്, പെൻസിൽ, ഗ്ലാസ് സ്ലാബ്, സ്പൂൺ. ഓൾ ദീസ് ആർ സം എക്സാമ്പിൾ. യുവർ പെൻ, പെൻസിൽ, ചെയർ that you are sitting, all these are solids. Okay, so now we will see what are the properties of solids. Okay.